ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു മാസത്തേക്ക് വാങ്ങിച്ചോ. നമ്മളെ കുറിച്ച് ഇതൊക്കെ പറയാൻ ആരാണ്? ലാൽകുമാർ ഇത് ചെയ്തോ എന്ന് വേറൊരാൾ അപ്പുറത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിലപാട് എന്തായിരിക്കും? അതെനിക്കറിയാം എങ്ങനെ ചെയ്യാൻ എന്നറിയാം. ഇന്നലെയെങ്കിലും സർക്കാർ അത്രയും പറഞ്ഞതിൽ ഒരു ആശ്വാസമുണ്ട്. കാര്യം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി അവിടെ പോകുന്നു. അദ്ദേഹത്തെ പറ്റിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന ഒരു വാർഷിപ്പ് ഈ എക്കണോമിക് സോണിൽ, ശ്രീലങ്കൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ ടോർപിഡോ ചെയ്ത് നശിപ്പിക്കുന്നു. നമ്മുടെ അത് വളരെ പീസ്ഫുൾ ആയിട്ട് പോയൊരു കാര്യമാണ്. അതിനെതിരെ ഒരു അപലപനമില്ല, നമുക്കൊരു റെസ്പോൺസ് ഇല്ല. അതിനെ അവിടെ നടന്ന പ്രശ്നത്തെ, ആ ആക്രമണത്തിലെ ഇവാക്യുവേഷൻ പ്രോസസ്സിന് പോയത് ശ്രീലങ്കയാണ്, ഇന്ത്യ പോലുമല്ല. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യത്തിന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ അഭിമാനത്തോടു കൂടി പറഞ്ഞ പഞ്ചശീലും, നമ്മൾ അഭിമാനത്തോടു കൂടി എക്സസൈസ് ചെയ്ത പൊക്രാനും, നമ്മുടെ ന്യൂക്ലിയർ ഡിറ്ററൻസും, നമ്മുടെ ഫോറിൻ പോളിസിയുടെ ഇൻഡിപെൻഡൻസും ഒക്കെ മറ്റൊരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം ഒറ്റ പ്രാവശ്യം, ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒറ്റ പ്രാവശ്യം വേറൊരാൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഈ പറയുന്ന അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? അമേരിക്ക ഇങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ ഇത് മേടിച്ചോ, ഇന്ത്യ അത് മേടിച്ചോ, ഇന്ത്യ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇന്ത്യ 1971 യുദ്ധം ഇപ്പം നിർത്തണം, ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്, 65 യുദ്ധം ഇപ്പം നിർത്തി, ചൈനയുമായിട്ടുള്ള പ്രശ്നം ഇങ്ങനെയാണ് എന്നേലും അമേരിക്കയോ വേറെ ഏതെങ്കിലും ഒരു ദേശരാഷ്ട്രം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത പക്ഷം നമുക്കിത് കേൾക്കുമ്പം അഭിമാനമുള്ള ഒരു രാജ്യസ്നേഹിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് നാഷണലിസം അല്ല, പാട്രിയോട്ടിസം ആണ്. നമ്മുടെ ഞരമ്പുകളിൽ തുടിക്കുന്നതാണ്. എനിക്കതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ പറയുമ്പം അവിടെ ഇരുന്ന് ഇയാൾ പറഞ്ഞ പോലെ, മിഥുൻ പറഞ്ഞതുപോലെ ട്രംപിന് വട്ടായിരിക്കാം, പക്ഷെ അതല്ല നമ്മുടെ പ്രശ്നം. ട്രംപിന് വട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ റെസ്പോൺസ് ഉണ്ടല്ലോ, വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റെസ്പോൺസ്, ഓരോ വിഷയത്തിനും നമ്മൾ പറയുന്ന റെസ്പോൺസ്. ഒരു ചെറിയ ദേശരാഷ്ട്രം പോലും അതിന് ചെയ്യാൻ കഴിയുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഈ മിഡിൽ ഈസ്റ്റേൺ നേഷൻസിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു. നമുക്ക് കിട്ടേണ്ട ക്രൂഡ് സോഫ്റ്റ് ക്രൂഡാണ്. വെനിസ്വേലയിൽ നിന്ന് വരുന്ന ക്രൂഡോ അല്ലെ അമേരിക്കയിൽ നിന്ന് വരുന്ന ക്രൂഡ് ഹാർഡർ ക്രൂഡാണ്. നമുക്കതിന് പറ്റുന്ന റിഫൈനറി ഇല്ല ജിൻസേ. ഇത് വെൽ സ്റ്റഡീഡ് ആണ്. നമുക്കുള്ളത് റിലയൻസിനുള്ള ഒറ്റ റിഫൈനറിയിൽ മാത്രമേ ഇത് പ്രോസസ് ചെയ്യാൻ പറ്റൂ, ഹാർഡർ ക്രൂഡ്. ബാക്കി ഇന്ത്യക്ക് ഇത് യൂസ്ഫുൾ അല്ല. ട്രംപ് പറയാണ് വെനിസ്വേലയിൽ നമ്മൾ ഓയിൽ ആവശ്യത്തിനുള്ള കിട്ടും. നമുക്കത് കോസ്റ്റ് കൂടുതലാണ്. നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ്, പ്രോസസിംഗ് കോസ്റ്റ് ഇത് തീരുമാനിക്കുന്ന ട്രംപ് തീരുമാനിക്കേണ്ടെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അത്രയും ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിർത്തുന്നു.